ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഞാൻ കുറച്ച് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് കേട്ടോ, ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു ഗ്യാപ്പുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്ര കുട്ടിക്കാനം വരെയാണ്. കുട്ടിക്കാനം വരെയുള്ള യാത്രയിൽ നമ്മൾ എരുമേലി വഴി കുട്ടിക്കാനം വരെയാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു 2:30 മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിലേക്ക് കാണിക്കയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എരുമേലി വഴി അല്ലാതെ നമുക്ക് കുട്ടിക്കാനത്തേക്ക് പോവാം. പക്ഷേ ഇപ്പോൾ സീസണാണല്ലോ, മണ്ഡലകാലം ആയതുകൊണ്ട് എരുമേലിയിൽ ഇപ്പം നല്ല ഒരുമാതിരി തിരക്കുണ്ട്. കാരണം അയ്യപ്പൻ ഭക്തന്മാർ ഒക്കെ ഉള്ള സമയമാണല്ലോ. പല സ്റ്റേറ്റുകളിൽ നിന്നും വന്നിട്ടുള്ള അയ്യപ്പന്മാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് എരുമേലിയിൽ ഈ 2 മാസം നല്ല തിരക്കാണ്. മകരവിളക്ക് കഴിയുന്നവരെ എരുമേലിയിൽ നല്ല തിരക്കുള്ള സമയമാണ്. ആ 2 മാസമാണ് എരുമേലിയിൽ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. സീസണിലുള്ള ആ സംഭവമാണ്. പിന്നെ എല്ലാ മാസവും നട തുറക്കുന്ന സമയത്തും എരുമേലി വന്ന് ഇതുപോലെ ദർശനം നടത്തിയിട്ട് പോകുന്ന അയ്യപ്പന്മാരുണ്ട്. പക്ഷേ എങ്കിലും ഈ സമയത്ത് ഒരുപാട് പേര് വരുന്നതുകൊണ്ട് അവിടെ ആ സമയത്ത് തിരക്ക് കൂടുതലാണല്ലോ എരുമേലിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പമ്പിൽ എത്തി നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. അപ്പോൾ അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പമ്പിൽ. അപ്പോൾ അവിടെ CNG ഉള്ളവർക്ക് CNGയും എല്ലാം ഉള്ള ഒരു പമ്പാണ്. പെട്രോൾ, ഡീസൽ, CNG ഒക്കെ ഉള്ള ഒരു പമ്പാണ്. അപ്പം നമ്മളവിടുന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് ഇപ്പം നമ്മൾ എരുമേലി ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ എരുമേലി ടൗണാണ്. എരുമേലി ടൗണിലെ അയ്യപ്പ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. നോക്ക്, ഇപ്പം നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലെത്തി. ഇതാണ് എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അപ്പോൾ ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതാണ് എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അപ്പോൾ ഇവിടെ കണ്ടില്ല, അയ്യപ്പന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർ അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്നത്, ഇതിപ്പോൾ അയ്യപ്പ ക്ഷേത്രമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കൊച്ചമ്പലവും വാവൂര് സ്വാമിയുടെ പള്ളിയുള്ളത്. അപ്പോൾ വാവൂര് പള്ളി അവർ കൊച്ചമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ട് വാവൂര് സ്വാമിയെ കണ്ടു വണങ്ങി അവിടെ നിന്ന് പേട്ട കെട്ടി കൊട്ടും പാട്ടും പേട്ടതുള്ളലും ഒക്കെ ആയിട്ടാണ് അവരവിടുന്ന് തുള്ളിയാണ് ആഹ്ലാദപൂർവ്വമാണ് അവർ അയ്യപ്പനെ കാണാനായിട്ട് എത്തുന്നത്. കണ്ടില്ലേ, അത്രയും അവിടെ കൊച്ചമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങി വാവൂര് സ്വാമിയെയും കണ്ടിട്ട് അവിടുന്ന് പേട്ട തുള്ളിയാണ് അയ്യപ്പനെ കാണാനായിട്ട് ആഘോഷമായിട്ട് അവരെത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ആ സൈഡിലൊക്കെ നല്ല നല്ല കടകൾ, ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് വാവൂര് സ്വാമിയുടെ ക്ഷേത്രം കൊച്ചമ്പലം കാണാൻ ആ വഴിക്ക് പറ്റില്ല. കാരണം 1 വേ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തിരക്കായതുകൊണ്ട് 1 വേ ആണ്. അപ്പം റോഡിലെ എല്ലാ വണ്ടികളും വഴി തിരിച്ചാണ് വിടുന്നത്. അപ്പോൾ ഇത് KSRTC ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ ഈ കാണുന്നത് എരുമേലി KSRTC ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ 1 വേ അല്ലെങ്കിൽ നമുക്ക് നേരെ ആ വഴി നേരെ പോയി വാവൂര് സ്വാമിയുടെ പള്ളിയും കൊച്ചമ്പലവും ഒക്കെ കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ തിരിച്ചിങ്ങനെ വിട്ടതുകൊണ്ട് നമുക്ക് ഈ വഴിയേ വരാൻ പറ്റത്തുള്ളൂ. അപ്പം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അതിലേക്ക് കയറി വന്നാൽ ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കിയിരിക്കുകയാണ്. ഇപ്പം നല്ല ഒരുപാട് വാഹനങ്ങളൊക്കെ എരുമേലിയിൽ സീസണിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ പല നാടുകളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന ഒരുപാട് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അവർക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കിയൊക്കെ മാറ്റിയിരിക്കുകയാണ് അവിടെ സ്ഥലം. അപ്പോൾ അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അയ്യപ്പന്മാർക്കുള്ള എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇതൊന്നും ആർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളല്ല. എങ്കിലും ഞാൻ ഈ വഴി പോയപ്പോൾ അത് കവർ ചെയ്തു. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ എരുമേലിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ യാത്ര കുട്ടിക്കാനത്തേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മുണ്ടക്കയം എത്തി നമ്മൾ കേട്ടോ. അപ്പോൾ ഇനി ഈ മുണ്ടക്കയത്തുനിന്ന് ഒരു അരമണിക്കൂർ, കാറിലാണെങ്കിലൊക്കെ ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ കുട്ടിക്കാനത്തേക്ക്.
അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഹൈ റേഞ്ച് ഏരിയ ആണല്ലോ അവിടെ. അപ്പോൾ ഇപ്പോൾ ഈ പാലം കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വളവും തിരിവുമുള്ള ഏരിയയാണ്. അപ്പോൾ ലോഡ് വണ്ടികളെങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം നമ്മുടെ പോവും. അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ച് ടൈം വേസ്റ്റായി പോവുള്ളൂ. കാരണം സൈഡ് അപ്പം നല്ല അപകട സാധ്യതയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. കാരണം രണ്ട് സൈഡും തിരിഞ്ഞും മറിഞ്ഞും ഉള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് അത്ര ശ്രദ്ധയില്ലാതൊന്നും നമുക്ക് ഈ വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ മുണ്ടക്കയൊക്കെ കയറി കുട്ടിക്കാനത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ തൊട്ട് കയറ്റം തുടങ്ങി. അപ്പം പിന്നെ ചെരിഞ്ഞും പുളഞ്ഞും ഒക്കെയുള്ള ഒരു നല്ല വഴികളാണ് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ തലകറങ്ങാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ആ വഴി. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് താഴോട്ട് കൊക്കയാണ്. അപ്പോൾ അവിടെ എല്ലാം സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട്, കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ പോകുന്ന കാഴ്ച തന്നെ നല്ല രസമാണ്. ഈ കുട്ടിക്കാനം ആ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണല്ലോ എപ്പോഴും. അപ്പോൾ അവിടെ നമുക്ക് ഒരു മടുപ്പ്, അങ്ങനെ ചൂട് കാര്യങ്ങൾ അങ്ങനെ മടുപ്പൊന്നും തോന്നില്ല. കാരണം നമ്മൾ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. നല്ല കോടയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കുട്ടിക്കാനം എന്ന് പറഞ്ഞാൽ. പക്ഷേ എപ്പോഴും നമുക്ക് ഇപ്പോൾ ആ സമയത്ത് നമ്മൾ പോയപ്പോൾ കോടയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്തു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ അമലഗിരി സ്പൈസസ് എന്ന് പറയുന്ന ഒരു കട കണ്ടു, ഷോപ്പ് കണ്ടു. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ സ്പൈസസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിർത്തിയതാണ് കേട്ടോ. ഇത് അമലഗിരി സ്പൈസസ്, മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനത്തിന് വരുന്ന വഴി പെരുവന്താനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹാൻഡ് മെയ്ഡ് സോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പാളയിലാണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. നല്ല രസമായിരുന്നു, കാഴ്ച തന്നെ ഒരു രസമായിരുന്നു. സോപ്പ് പാളയിലെ അത് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഹാൻഡ് മെയ്ഡ് സോപ്പായതുകൊണ്ടും പിന്നെ ഒരു കൗതുകത്തിനും വാങ്ങിച്ചു. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഉപയോഗിച്ച് നോക്കാമെന്ന് കണ്ട് വാങ്ങിച്ചു. പിന്നെ കുറച്ച് സ്പൈസസൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ സ്പൈസസ് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ജാതിപത്രി, തക്കോലം അങ്ങനെയുള്ള ഐറ്റംസ്, എല്ലാ ഐറ്റംസ്. പിന്നെ നമ്മുടെ നാച്ചുറൽ മഞ്ഞൾ പൊടിച്ച് വാങ്ങി ഉണക്കി പൊടിച്ച് ഒറിജിനൽ മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പെരുംജീരകം. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടനോട്, എനിക്ക് പെരുംജീരകമൊക്കെ ഇരുന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എത്ര നമ്മൾ മുറുക്കി അടച്ചിരുന്നാലും ടിന്നിലിരുന്നാൽ അത് പൂത്തു പോകും. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് പ്രതിവിധിയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. പുള്ളിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി. പിന്നെ നമ്മൾ ഈ പട്ടയായിട്ട് ഉപയോഗിക്കുന്ന കാസിയ, കറുകപ്പട്ട, നമ്മുടെ കറുകപ്പട്ടയുടെ കാസിയ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ നമുക്കൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക്, വേറെ കിട്ടുമായിരിക്കും, പക്ഷേ എൻ്റെ ഒരു പുതിയ അറിവാണ്, കാസിയ അല്ല ഒറിജിനൽ പട്ട വേറെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്, കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഒറിജിനൽ പട്ടയാണ്, ആ ചെറിയ ഒരു പീസ് കയ്യിലെടുത്ത് കാണിച്ചത് ഒറിജിനൽ പട്ടയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഒറിജിനൽ പട്ട എന്ന് പറയുന്നത്. മറ്റേ കാസിയ എന്ന് പറയുന്ന സാധനം ആണ് നമുക്കൊക്കെ കിട്ടുന്നത്. പക്ഷേ എല്ലാവരും അതായിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷേ അതല്ല ഒറിജിനൽ. അത് മറ്റേ സംഭവമാണ്. അതിന് ഇച്ചിരി വില കൂടുതലുമാണ് ഒറിജിനൽ സാധനത്തിന്. അപ്പോൾ അത് ഇച്ചിരി നമ്മൾ വായിലിട്ട് ചവയ്ക്കുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ഗുണവും ടേസ്റ്റും മനസ്സിലാവും, ഒറിജിനലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ കാസിയായും ഒറിജിനൽ പട്ടയും തമ്മിൽ അറിയാൻ വയ്യാത്തവർക്കൊന്നും തിരിച്ചറിയില്ല. പക്ഷേ ഇതിപ്പോൾ കണ്ടപ്പോഴും പുള്ളി പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കത് തന്നെ മനസ്സിലായത്. പക്ഷേ കാസിയായും ഇറങ്ങുന്നുണ്ട്, ഒരുപാട് ഇറങ്ങുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ ഷോപ്പിലും കിട്ടുന്നത് എനിക്ക് തോന്നുന്നു കാസിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഒറിജിനലായിട്ടുള്ള കുറച്ച് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ അന്വേഷിച്ച് നമ്മൾ പോവുക. നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് കൂടുതൽ സാധനങ്ങളപ്പോൾ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുക.
അപ്പോൾ പറഞ്ഞനുസരിച്ച് കേടാവാതിരിക്കാൻ കവറിലൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാളൊക്കെ നമുക്ക് പൂത്തു പോവാതെയും ഇപ്പോൾ പെരുംജീരകമൊക്കെ ആണെങ്കിലും പൂത്തു പോവാതെയും ഇപ്പോൾ ഗ്രാമ്പൂ ഒക്കെ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ കവറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണെങ്കിൽ പൂത്തു പോവാതെയൊക്കെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. ഇപ്പോൾ ഈ കാസിയയുടെ കാര്യം തന്നെ എനിക്ക് എന്തോ ഒരു അതിശയമായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട് കാസിയ ഭയങ്കര വിഷമുള്ള സാധനമാണ്, ഇതാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ ഞാൻ എപ്പോഴും വായിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു വിശ്വാസമാണല്ലോ, എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോൾ അത് ഒറിജിനലാണെന്നുള്ള ഇതിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പട്ടയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയത് വളഞ്ഞങ്കാനം വാട്ടർഫോൾസ് വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ അവിടെ ആ കടയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കയറി ഇങ്ങനെ വരുന്നിടത്താണ് ഈ വളഞ്ഞങ്കാനം വാട്ടർഫോൾസ്. അപ്പം വെള്ളമുള്ള സമയമാണെങ്കിൽ അതുവഴി നല്ലപോലെ വെള്ളം ഇങ്ങനെ പതഞ്ഞ് ചാടുന്ന അതൊരു ഭയങ്കര കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ അവിടെ ഇറങ്ങി വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ആ കുരങ്ങച്ചന്മാരെ കണ്ടില്ലേ, ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ അവിടെ. നോക്ക്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്താലോ നമ്മുടെ കൈ നമ്മൾ കഴിക്കാൻ വാങ്ങിച്ചിരിക്കുന്നതാണെങ്കിൽ പോലും ഇതുങ്ങൾ ചാടി വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പൊക്കോളും. അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു എനിക്ക്. ഇപ്പം നമ്മൾ ഒക്കെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ ചാടി വണ്ടിയിലും ഒക്കെ കയറും. വണ്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചാടി തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ വണ്ടിയൊക്കെ പൂട്ടിയിട്ടിട്ട് ഇറങ്ങുക നിങ്ങൾ പോകുന്നവരെ. അപ്പോൾ ഇതിങ്ങളുടെ ഒരു ആ കളിയും ആ കാര്യങ്ങളും ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര കൗതുകമാണ് കേട്ടോ. എത്ര കണ്ടാലും മതിയാവാത്ത കുറച്ച് ആളുകളാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ഈ കണ്ട കുറച്ച് കുരങ്ങച്ചന്മാർ. അതൊരു ഹാപ്പി മൂഡായിരുന്നു കേട്ടോ. നല്ല ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നും. പിന്നെ ഏട്ടനാണെങ്കിലും ഇവർക്ക് കുറച്ച് അവിടെയൊക്കെ ചായയും പലഹാരങ്ങളും ഒക്കെ കിട്ടും. അപ്പുറത്ത് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കണ്ട സന്തോഷത്തിൽ ഞാൻ ആ കടകളൊന്നും കവർ ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ചേട്ടൻ അപ്പുറത്തുനിന്ന് പോയിട്ട് അതുങ്ങൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കണ്ട വട, ഏത്തക്ക പുളി, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ചേട്ടൻ അതുങ്ങൾക്ക് വാങ്ങിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് നമ്മുടെ മനസ്സൊക്കെ ഒരു സന്തോഷമല്ലേ, ഒരു സുഖമല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിലിങ്ങനെ അടച്ച് ഇരിക്കുന്ന ആളുകളും കുറച്ച് സ്ട്രെസ്സും ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളാണല്ലോ. ഓഫീസ് ജോലി, വീട്ടു ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ മനസ്സിനൊരു റിലാക്സാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുക, കൗതുകകരമായ കാര്യങ്ങൾ കാണുക, മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും കുട്ടിക്കാനത്തേക്ക് യാത്ര പോയി. അപ്പോൾ എനിക്ക് ഈ കുരങ്ങച്ചന്മാരുടെ കാര്യങ്ങളും കളികളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുങ്ങൾ എത്ര കണ്ടാലും മതിയാവത്തില്ല, എന്തോ കടലിൽ എത്ര കണ്ടാലും മതിയാവത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. കടലിൽ നമ്മളിങ്ങനെ നോക്കിയിരുന്നാലും നമുക്ക് ആ കടൽ ഇങ്ങനെ നോക്കിയിരുന്ന് നമുക്ക് മടുപ്പ് തോന്നില്ലല്ലോ. ഇപ്പോൾ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴയാണെങ്കിൽ പോലും നമുക്ക് ആ പുഴയുടെ ആ കളകളായിട്ടുള്ള ആ സൗണ്ടും ആ ശാന്തതയും കാടിൻ്റെ ആ ഒരു മനോഹാരിത, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഇങ്ങനെ മനസ്സിങ്ങനെ നമ്മുടെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മനോഹരമായ കാഴ്ചകൾ, കൗതുകങ്ങൾ. കടൽ കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ, കടൽ കണ്ടാൽ നമുക്ക് എത്രയോളം കടൽ കണ്ടാലും നമുക്ക് മതിയാവില്ല, തിരിച്ച് നമുക്ക് പോരാൻ മടുക്കില്ല. അതുപോലെ എനിക്ക് മടുക്കാത്തൊരു സംഭവമാണ് ഇപ്പം നമ്മൾ കണ്ട കുരങ്ങച്ചന്മാർ കേട്ടോ. ഇതുങ്ങളെ കണ്ടാലും എനിക്കെന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ്, ഇതുങ്ങളുടെ കളികളും കാര്യങ്ങളും. പക്ഷേ അടുത്തോട്ട് അപകടകാരികളാണോ എന്നുള്ളതൊന്നും അവിടെ ചിന്തിക്കുന്നില്ല. എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ആഹാരമൊക്കെ കൊടുത്ത് അതുങ്ങളെയൊക്കെ ഒന്ന് മയക്കിയെടുത്തു എന്ന് പറയാൻ പറ്റില്ല. അതുങ്ങൾ ആ ആഹാരം കണ്ടതിൻ്റെ പുറകെ അതുങ്ങൾ അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. അതേതായാലും എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമായിപ്പോയി കേട്ടോ. എനിക്കും കാണുന്നവർക്കും ഇത് കാണാനും ഇഷ്ടമുള്ളവരാണല്ലോ ഇതുവഴി പോകുന്നവരൊക്കെ അവിടെ നിർത്തുന്നത്. അപ്പം വെള്ളം കൂടെ ഉണ്ടായിരുന്ന സമയമാണെങ്കിൽ നല്ല രസമായിരുന്നു. ഇപ്പം നമ്മളിതാ വന്നത് കുട്ടിക്കാനത്തെത്തി. കുട്ടിക്കാനം മരിയൻ കോളേജാണ് ഇത് കേട്ടോ. ഭയങ്കര വലിയ കോളേജാണ്. കേരളത്തിൽ തന്നെ, എനിക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജുകളിലൊന്നാണെന്ന് തോന്നുന്നു കുട്ടിക്കാനം മരിയൻ കോളേജ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം മരിയൻ കോളേജ് ഒക്കെ കണ്ടിട്ട് വൺ ഡേ ട്രിപ്പ്, ഒരു ഈവനിങ് ട്രിപ്പാണല്ലോ. അപ്പോൾ നമ്മുടെ അത്രയും ഭാഗം നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ അവിടുന്ന് ഒന്ന് കറങ്ങി പിന്നെ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ ചേട്ടനൊരു കടുങ്കാപ്പിയും കുടിച്ചു, ഞാനൊരു ചായയും വാങ്ങിച്ചു. അപ്പം അതാണ്ട് ഈ ചേട്ടനാണ്
ചേട്ടൻ കൈക്കൊരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ, വലത്ത് കൈക്ക്. എന്ത് പറ്റിയാണെന്ന് ചോദിച്ചപ്പോൾ ജന്മനാ അങ്ങനെ സംഭവിച്ചതാണ്, ജന്മനാ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ചായയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. പുള്ളിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളതൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ് സൂര്യൻ്റെ അസ്തമയം ആ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അസ്തമയം സൂര്യനെയൊക്കെ കവർ ചെയ്തത് നല്ലൊരു മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ. കവർ ചെയ്ത് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.